ഹലോ ഗൈസ്, നമസ്കാരം. കാസർഗോഡിന് വേണ്ടി കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള മുഖ്യമന്ത്രി വി ഡി സതീശൻ സാർ പറഞ്ഞിരുന്നു. ഓക്കെ, അതൊന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം. കേരളത്തിലെ 14 ജില്ലകളിലും ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന ജില്ല, ഒന്നാമത്തെ ജില്ല കാസർഗോഡാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ 14 ജില്ലകളിലും ആദ്യത്തെ പരിഗണന കൊടുക്കുന്ന ജില്ല കാസർഗോഡായിരിക്കും. അപ്പോൾ ആദ്യത്തെ പരിഗണന കൊടുക്കുന്ന ജില്ല കാസർഗോഡായിരിക്കും. പുതിയ ബഡ്ജറ്റിലൊന്നും പ്രത്യേകിച്ച് കാസർഗോഡിനായിട്ടൊന്നും കാണുന്നില്ല. എന്നാലും ഞങ്ങൾ ദ്രോഹിക്കാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. പ്രിയപ്പെട്ട CM, നമ്മുടെ കാസർഗോഡിൽ എന്ന് പറയുന്ന വളരെ ഡേഞ്ചറായ സംഭവമാണ്. നമ്മുടെ നാട്ടിൽ ഓരോരുത്തരും ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുകയും അത് നമ്മുടെ നാട്ടിൽ വരാണ്ടിരിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ എന്താണെന്ന് ഈ ബോക്സൈറ്റ് മൈനിങ് എന്നുള്ളത് നമുക്ക് നോക്കാം. ബോക്സൈറ്റ് മൈനിങ് എന്നാൽ എന്താണ്? അതൊരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ആ നാട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക? ജനങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും? ആ നാടിന് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് വിവരിക്കാമോ? ബോക്സൈറ്റ് മൈനിങ് എന്നാൽ എന്താണെന്നും അതൊരു പ്രദേശത്ത് ആരംഭിച്ചാൽ അവിടെയുള്ള ജനങ്ങൾക്കും ആ നാടിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നും ലളിതമായി താഴെ വിവരിക്കാം. എന്താണ് ബോക്സൈറ്റ് മൈനിങ്? നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന അലുമിനിയം നിർമ്മിക്കുന്നതിനുള്ള പ്രധാന അസംസ്കൃത വസ്തുവാണ് ബോക്സൈറ്റ് എന്ന മണ്ണ് പാറ. ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നാണ് സാധാരണയായി ബോക്സൈറ്റ് കാണപ്പെടുന്നത്. അതിനാൽ ഇത് ഖനനം ചെയ്തെടുക്കാൻ ഓപ്പൺ കാസ്റ്റ് മൈനിങ് രീതിയാണ് ഉപയോഗിക്കുന്നത്. അതായത് മുകളിലുള്ള മണ്ണും കാടും പൂർണ്ണമായി നീക്കം ചെയ്ത് ഉപരിതലം മുഴുവൻ തുരന്നെടുത്താണ് ഈ ഖനനം നടത്തുന്നത്. ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഒരു പ്രദേശത്ത് ബോക്സൈറ്റ് ഖനനം തുടങ്ങുമ്പോൾ അവിടുത്തെ ജനജീവിതത്തെ അത് ബാധിക്കുന്നത് പ്രധാനമായും ഈ രീതികളിലാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ. ഖനന സമയത്തും അത് വണ്ടികളിൽ കയറ്റിക്കൊണ്ടുപോകുമ്പോഴും ഉണ്ടാകുന്ന ചുവന്ന പൊടിപടലങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ, ആസ്ത്മ, അലർജി എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇതിലെ സൂക്ഷ്മകണങ്ങൾ വായുവിൽ കലരുന്നതുവഴി ജനങ്ങൾക്ക് കണ്ണ്, തൊലിപ്പുറം എന്നിവിടങ്ങളിൽ അണുബാധയുണ്ടാകാം. കുടിവെള്ളക്ഷാമവും മലിനീകരണവും. ബോക്സൈറ്റ് ഖനനം ചെയ്യുന്നതോടെ ആ പ്രദേശത്തെ ഭൂഗർഭ ജലനിരപ്പ് താഴേക്കു പോകും. കൂടാതെ മഴ പെയ്യുമ്പോൾ ഈ ഖനികളിൽ നിന്നുള്ള ചുവന്ന മണ്ണും രാസവസ്തുക്കളും കലർന്ന വെള്ളം അടുത്തുള്ള കിണറുകളിലേക്കും തോടുകളിലേക്കും ഒലിച്ചിറങ്ങി കുടിവെള്ളം പൂർണ്ണമായി മലിനമാകും. താമസസ്ഥലം നഷ്ടപ്പെടൽ, കുടിയൊഴിപ്പിക്കൽ. ഖനനത്തിനായി വലിയ തോതിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ തലമുറകളായി അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ വീടും നാടും ഉപേക്ഷിച്ച് മാറേണ്ടിവരുന്നു. ശബ്ദമലിനീകരണവും സുരക്ഷാഭീഷണിയും. വൻകിട യന്ത്രങ്ങളുടെ ശബ്ദവും പാറ പൊട്ടിക്കലും ഖനനം ചെയ്ത മണ്ണുമായി പോകുന്ന വലിയ ലോറികളുടെ നിരന്തരമായ ചലനവും ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തെ തകർക്കും. ആ നാടിന് പരിസ്ഥിതിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. മനുഷ്യരെ മാത്രമല്ല, ആ പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയെയും പരിസ്ഥിതിയെയും ഇത് ദോഷകരമായി ബാധിക്കും. കൃഷിനാശം. ബോക്സൈറ്റ് അടങ്ങിയ മണ്ണ് പോകുന്നതോടെ ആ പ്രദേശത്തെ മൺകൂനകളുടെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടും. കൂടാതെ പരിസരത്തെ കൃഷിയിടങ്ങളിൽ ഈ ചുവന്ന പൊടി വന്നടിഞ്ഞ് തെങ്ങ്, കശുവണ്ടി, മറ്റു വിളകൾ എന്നിവയുടെ ഉൽപ്പാദനം പൂർണ്ണമായി നിലയ്ക്കും. പച്ചപ്പും വനങ്ങളും ഇല്ലാതാകുന്നു. മുകളിലുള്ള കാടുകളും ചെടികളും പൂർണ്ണമായി വെട്ടിമാറ്റി മണ്ണ് തുരക്കുന്നതിനാൽ ആ നാട്ടിലെ ജൈവവൈവിധ്യം, ചെടികൾ, ജീവികൾ പൂർണ്ണമായി നശിക്കുന്നു. പ്രകൃതി ദുരന്ത സാധ്യതകൾ. കുന്നുകളും മലകളും ഇടിച്ചു നിരത്തുന്നതുകൊണ്ട് മഴക്കാലത്ത് വലിയ തോതിലുള്ള മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഇത് കാരണമായേക്കാം. താപനില വർധനവ്. മരങ്ങൾ നഷ്ടപ്പെടുന്നതും വൻതോതിൽ പാറയും മണ്ണും തുറസായി കിടക്കുന്നതും കാരണം ആ പ്രദേശത്ത് ചൂട് അമിതമായി വർദ്ധിക്കും. ചുരുക്കത്തിൽ, അലുമിനിയം വ്യവസായത്തിന് ബോക്സൈറ്റ് അത്യാവശ്യമാണെങ്കിലും ശാസ്ത്രീയമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ജനവാസ മേഖലകളിൽ ഖനനം നടത്തുന്നത് ആ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യത്തെയും പ്രകൃതിയെയും ദീർഘകാലത്തേക്ക് ദോഷകരമായി ബാധിക്കും. വളരെ വലിയ ദോഷകരമായിട്ടാണ് ഇത് ബാധിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു നാട് തന്നെ ഇല്ലാണ്ടായി പോകും. അവിടുത്തെ വെള്ളം ഉണ്ടാവൂല, അവിടുത്തെ കൃഷി ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. അതുമല്ല, അവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് ശ്വാസ സംബന്ധമായ ചില രോഗങ്ങളും എന്തൊക്കെ രോഗങ്ങളും അതിന് അനുപാതമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് നമ്മുടെ നാട്ടിൽ ഒരു കാരണവശാലും ഇത് വരാൻ അനുവദിക്കരുത്. അപ്പോൾ നമ്മൾ നോക്കാം കാസർഗോഡിൽ എവിടെയാണ് ഇത് വരാനിരിക്കുന്നതെന്ന്. കാസർഗോഡിൽ ഇത് എവിടെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ബോക്സൈറ്റ് മൈനിങ് എന്ന് പറയുന്നത്? അത് കാസർഗോഡിൽ വരാൻ സാധ്യതയുണ്ടോ? അതെ, കാസർഗോഡ് ജില്ലയിൽ വൻതോതിൽ ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, വരും വർഷങ്ങളിൽ ഇവിടെ ബോക്സൈറ്റ് ഖനനം, മൈനിംഗ് ആരംഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. കാസർഗോഡിൽ ഇത് എവിടെയൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നും ഖനന സാധ്യതകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു. കാസർഗോഡിൽ എവിടെയൊക്കെയാണ് ബോക്സൈറ്റ് കണ്ടെത്തിയിട്ടുള്ളത്? വിവിധ ഘട്ടങ്ങളിലായി നടന്ന ജിയോളജിക്കൽ സർവേകളിൽ കാസർഗോഡിന്റെ പ്രധാനമായും 2-3 ഭാഗങ്ങളിലാണ് വലിയ നിക്ഷേപം സ്ഥിരീകരിച്ചിരിക്കുന്നത്.
1. കരടുക്ക ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചതും ഗുണനിലവാരമേറിയതുമായ ഹൈഗ്രേഡ് ബോക്സൈറ്റ് നിക്ഷേപമാണ് കരടുക്കയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടുത്തെ മണ്ണിൽ 40 മുതൽ 45% വരെ അലുമിനിയത്തിന്റെ അളവുണ്ട്. കരടുക്ക റിസർവ് ഫോറസ്റ്റ് മേഖലയിലും ചെർക്കള ജാൽസൂർ റോഡിന് ഇരുവശവുമുള്ള കുന്നുകളിലുമായാണ് പ്രധാനമായും ഈ നിക്ഷേപമുള്ളത്. 2. നർലം കരടുക്കയ്ക്ക് സമീപമുള്ള നർലം ബ്ലോക്കിലും വ്യാപകമായി ബോക്സൈറ്റ് സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. 3. നീലേശ്വരം ആൻഡ് കരിന്തളം നീലേശ്വരത്തിനടുത്തുള്ള കരിന്തളം, കിനാനൂർ ഭാഗങ്ങളിലും വലിയ തോതിൽ ബോക്സൈറ്റും അലുമിനിയം അടങ്ങിയ ലാറ്ററൈറ്റ് വെട്ടുകല്ല് മണ്ണും കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ കളിമൺ ഖനനവും മറ്റും നടന്നിരുന്നു. 4. കാടകം പെരിയ ഭാഗങ്ങൾ മുൻപ് 2017 കാടകം ഭാഗത്തും കടാലടിപ്പാറ വൻതോതിൽ ഖനനത്തിന് സ്വകാര്യ കമ്പനികൾ ശ്രമിച്ചിരുന്നെങ്കിലും ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അത് മാറ്റിവെക്കുകയായിരുന്നു. ഇത് കാസർഗോഡിൽ വരാൻ സാധ്യതയുണ്ടോ? അതെ, വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സർക്കാർ നീക്കങ്ങൾ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ESI നൽകിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശങ്ങളിൽ ഖനനം നടത്താനുള്ള ലേല നടപടികളിലേക്ക് ഓപ്ഷൻ കടക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതിലൂടെ സർക്കാരിന് വലിയ വരുമാനം ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. നിയന്ത്രണങ്ങളോടെയുള്ള പദ്ധതി ജനങ്ങളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്ന വലിയ പ്രതിഷേധങ്ങൾ മുന്നിൽ കണ്ട് വനമേഖലകളെയും ജനവാസ കേന്ദ്രങ്ങളെയും പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ഘട്ടം ഘട്ടമായി ഫേസ്ഡ് മൈനിംഗ് ഖനനം നടത്താനാണ് അധികൃതർ പ്ലാൻ ചെയ്യുന്നത്. ഭൂമി തിരിച്ചുപിടിക്കൽ ഉറപ്പ്. മണ്ണ് തുറന്ന് ബോക്സൈറ്റ് എടുത്ത ശേഷം ആ കുഴികൾ വീണ്ടും നല്ല മണ്ണിട്ട് മൂടി ബാക്ക്ഫില്ലിംഗ് അവിടെ കൃഷിയോ മറ്റു വികസനങ്ങളോ ചെയ്യാൻ പാകത്തിൽ നാടിന് തിരിച്ചു നൽകുമെന്ന ഉറപ്പിലാണ് സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത്. എങ്കിലും മുൻപ് കാസർഗോഡ് ജില്ലയിലുണ്ടായ എൻഡോസൾഫാൻ ദുരന്തം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി ആഘാതങ്ങൾ നേരിട്ടവരായതുകൊണ്ടുതന്നെ ഈ പ്രദേശങ്ങളിൽ മൈനിംഗ് ആരംഭിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള ജനകീയ പ്രതിരോധങ്ങളും ചർച്ചകളും ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രതിരോധിക്കുക, അത്രയേ പറയാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ മൗനം പാലിച്ചാൽ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.